ഹായ് മക്കളെ, വെൽക്കം ടു ആർക്കനെക്സ്. നമുക്ക് സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻ്റർവെൽ ഫോംസ്. നമുക്കത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം തുടങ്ങുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കൊരു സെറ്റ് എന്നുള്ള ഈ ചാപ്റ്ററിലെ ഒരു ചെറിയ ടോപ്പിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടോപ്പിക്കല്ല ഇൻ്റർവെൽ എന്ന് പറയുന്നത്. മാത്സിൽ തന്നെ പല പല വെറൈറ്റീസ് ഓഫ് സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടിയാണ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പല ചാപ്റ്ററിലേക്കും പല രീതിയിൽ നമുക്ക് ഇവൻ എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗിച്ച് ശീലിക്കേണ്ടി വരും. അപ്പോൾ ബേസിക്കലി അത് നമ്മുടെ ചാപ്റ്റർ 1 പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചാപ്റ്റർ 1 മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഇയാൾക്ക് വളരെ വലിയ അപ്ലിക്കേഷൻസ് ഉള്ള പല സ്ഥലത്തും പല സമയത്തും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്ത് ശീലമാക്കേണ്ട ഒരു സാധനമാണ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഇൻ്റർവെൽസ് ആണുള്ളത്. 4 എണ്ണമാണ് നമുക്ക് പറയാം. സോ ഒന്നാമത്തെ നമ്മൾ പറയാം ഓപ്പൺ ഇൻ്റർവെൽ എന്നാണ് പറയാ, ഓപ്പൺ ഇൻ്റർവെൽ. രണ്ടാമത്തെ നമ്മൾ പറയാ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നാണ്. മൂന്നാമത്തെ നമ്മൾ പറയാ സെമി ഓപ്പൺ ഇൻ്റർവെൽ എന്നാണ്. ആൻഡ് നാലാമത്തെ നമ്മൾ പറയാ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നാണ്. ഓക്കെ, സോ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആ ഓരോ പേരും നമ്മൾ ഏത് രീതിയിൽ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാൾ മുന്നേ നമുക്ക് ഇതിന് സിമ്പിൾ പഠിക്കണം. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിളാണ്, ഓപ്പൺ ഇൻ്റർവെൽ. പാരാന്തസിസ് എന്നാണ് ഒറിജിനൽ നെയിം. നമുക്ക് വേണേൽ റൗണ്ട് ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, റൗണ്ട് ബ്രാക്കറ്റ്. അപ്പം തുറക്കുന്നതും റൗണ്ട്, അടക്കുന്നതും റൗണ്ട്. ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അത് ബ്രാക്കറ്റ്, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വിളിക്കുന്ന, ഒറിജിനൽ നെയിം ബ്രാക്കറ്റ് എന്ന് വിളിക്കുന്ന ആളാണ്. തുറക്കുന്നതും ബ്രാക്കറ്റ്, അടയ്ക്കുന്നതും ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇനി സെമി ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിരിക്കും തുടക്കം, അതായത് തുടങ്ങുന്നത് ഓപ്പണിലായിരിക്കും, അവസാനിക്കുന്നത് ക്ലോസ്ഡിലായിരിക്കും. അപ്പം റൗണ്ട് ബ്രാക്കറ്റിൽ തുടങ്ങും, സ്ക്വയർ ബ്രാക്കറ്റിൽ അവസാനിക്കും. ഇതാണ് സെമി ഓപ്പൺ. അപ്പോൾ ഓപ്പൺ ക്ലോസ്ഡ്, അതാണ് സെമി ഓപ്പൺ. അപ്പോൾ സെമി ഓപ്പൺ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും എൻഡിങ് എന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ സെമി ക്ലോസ്ഡ് എന്താ, ഈസി ഗസ്, ഇങ്ങനെ. അപ്പോൾ ഈ 4 രീതിയിലാണ് നമ്മൾ ഇനി എന്താ പറയുക ഇൻ്റർവെൽസിൻ്റെ സിമ്പിൾസ് യൂസ് ചെയ്യാം. ഓരോന്നിനും സെപ്പറേറ്റ് പേരുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞു, അത് പഠിച്ചു വെക്കുക. ഇത് ഓപ്പൺ, ഇത് ക്ലോസ്ഡ്, ഇത് സെമി ഓപ്പൺ, ഇത് സെമി ക്ലോസ്ഡ്. ഇനി നമ്മൾ പറയാൻ പോണത് ഈ ഓപ്പണിൻ്റെയും ക്ലോസ്ഡിൻ്റെയും മീനിങ് എന്താണെന്നാണ്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചോ, വളരെ സിമ്പിളായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട അവസ്ഥ. നമുക്ക് ഒരാളെ ഒഴിവാക്കണമെങ്കിൽ, നമുക്ക് ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടതെങ്കിൽ ഓപ്പൺ ആണ് കൊടുക്കുക. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് പറയേണ്ടത് എങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡിലാണ് എഴുതുക. അപ്പോൾ ഒഴിവാക്കിയിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഓപ്പൺ കൊടുക്കുക. ഇൻക്ലൂഡ് ആക്കി പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ക്ലോസ്ഡ് കൊടുക്കുക. എക്സ്ക്ലൂഡ് ആക്കുക, ഒഴിവാക്കി എന്നാണ് ഓപ്പൺ ഇട്ട മീനിങ്. ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തി എന്നാണ് ക്ലോസ്ഡ് ഇട്ടാൽ അതിന് മീനിങ്. അപ്പോൾ ഇൻ്റർവെൽസ് നമ്മൾ പൊതുവെ എന്തിനാ യൂസ് ചെയ്യുക, ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 3,5 ഇങ്ങനെ എഴുതിയാൽ ഇതിപ്പോൾ എന്താ വായിക്കുക, ക്ലോസ്ഡ് 3,5 എന്നാണ്. അപ്പോൾ ക്ലോസ്ഡ് 3,5ന് മീനിങ് എന്താ, 3 ഉൾപ്പെടുന്നു, 5 ഉൾപ്പെടുന്നു, 3 മുതൽ 5 വരെ എല്ലാവരും ഉൾപ്പെടുന്നു. അപ്പോൾ ഓപ്പൺ 3,5 എന്ന് പറയുന്ന മീനിങ് എന്താ, 3 ഉൾപ്പെടുന്നില്ല, 5ഉം ഉൾപ്പെടുന്നില്ല, 3 മുതൽ 5 വരെയുള്ള എല്ലാവരും ഉൾപ്പെടുന്നു. അപ്പോൾ 3 to 5 എല്ലാവരും ഉണ്ട്, പക്ഷെ 3 ഇല്ല, 5 ഇല്ല. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ 3 മുതൽ 5 വരെ എല്ലാവരും ഉണ്ട്, ഇൻക്ലൂഡിങ് 3 and 5. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ 3 മുതൽ 5 വരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, 3 മുതൽ 5 വരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ബട്ട് 3 എക്സ്ക്ലൂഡ് ആണ്, 5ഉം എക്സ്ക്ലൂഡ് ആണ്, 3ഉം ഇല്ല, 5ഉം ഇല്ല. അപ്പോൾ ഓപ്പൺ ഇട്ടാൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നർത്ഥവും, ക്ലോസ്ഡ് ഇട്ടാൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെറൈറ്റി എന്താ പറയുക, യൂസേജ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മൊത്തം 8 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഇൻ്റർവെൽ ഫോംസ് റെപ്രസെൻ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരിക. മൊത്തം 8 രീതിയിൽ. ഓക്കെ, ആ 8 രീതിയിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഇങ്ങനെ, നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ എടുക്കാം. ഒന്നാമത്തത് ഇങ്ങനെ, ഇത് വായിക്കുക ക്ലോസ്ഡ് 3,5 എന്നാണ്.
ക്ലോസ്ഡ് 3-5. എന്താണ് ക്ലോസ്ഡ് 3-5ന്റെ മീനിങ്? നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ക്ലോസ്ഡ് 3-5ന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, ആ സെറ്റിൽ എക്സുകൾ ഉണ്ട്. സബ്സെറ്റ് ആണല്ലോ ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ. ആ സെറ്റിൽ എക്സുകൾ ഉണ്ട്. എന്താണ് എക്സിന്റെ സ്വഭാവം? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് ബിലോങ്സ് ടു ആർ. അതായത് എക്സ് എന്ന് പറയുന്നത് 3 ആവാം, 3-നേക്കാൾ വലുതാവാം, 3 ആവാം, 3-നേക്കാൾ വലുതാകാം, 5 ആവാം, 5-നേക്കാൾ ചെറുതാവാം. അപ്പൊ 3-നും 5-നും ഇടയിലാണ് എക്സ് ഉള്ളത്. 3-ഉമാകാം, 5-ഉമാകാം. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ ആണോ മക്കളെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ലൈൻ ഫോം എങ്ങനെയാ വരിക? നമ്പർ ലൈൻ, നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരു എക്സ് ആക്സിസ് പോലെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. പോസിറ്റീവ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി, 3-ഉം 5-ഉം ആണ് ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ ഇവിടെ 3 ഉണ്ട് എന്ന് കാണിക്കാൻ, ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഡോട്ടാണ് കൊടുക്കുക. 5 ഉണ്ട് എന്ന് കാണിക്കാനും ഡോട്ടാണ് കൊടുക്കുക. ഉണ്ട് എന്ന് കാണിക്കാൻ ഡോട്ട്, ഇല്ല എന്ന് കാണിക്കാൻ ബബിൾ, ഒരു കുഞ്ഞു പൂജ്യം. ദെൻ ഇതിന് നടുവിൽ ഷെയ്ഡ് ചെയ്യുക. ഇതാണ് ഇതിന്റെ നമ്പർ ലൈൻ ഫോം. അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇന്റർവെൽ തന്നിട്ട് അത് സെറ്റ് ബിൽഡർ ആക്കാൻ പറയാം. ചിലപ്പോൾ സെറ്റ് ബിൽഡർ തന്നിട്ട് ഇന്റർവെൽ ആക്കാൻ പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെത് ഇങ്ങനെ ഇങ്ങനെ എന്ന് കാണാതെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക. അപ്പം 3-ഉം 5-ഉം മാറുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. 3-ഉം 5-ഉം മാറുക എന്നല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് ഇങ്ങനെയാണ് മക്കളെ, നോക്കിക്കോ. രണ്ടാമത്തത് ഓപ്പൺ 3 to 5. ഓപ്പൺ 3 to 5. ഓപ്പൺ 3 to 5. അപ്പോൾ ഓപ്പൺ 3 to 5ന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും? അതിങ്ങനെയാണ് വരിക. എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, കുഴപ്പമുണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ മീനിങ് എങ്ങനെയാ? എക്സ് എന്ന് പറയുന്നത് 3-നേക്കാൾ വലുത്, 5-നേക്കാൾ ചെറുത്. ഇവിടെ ഓർ ഈക്വൽ ടു ഉണ്ടോ? അപ്പൊ 3 ഇല്ല. ഇവിടെ ഓർ ഈക്വൽ ടു ഉണ്ടോ? അപ്പൊ 5 ഇല്ല. ഓക്കെ, അപ്പൊ ഓപ്പൺ ഇട്ടാൽ അവരെ കൂട്ടുന്നില്ല, ക്ലോസ്ഡ് ഇട്ടാൽ അവരെ കൂട്ടുന്നു. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ലൈൻ ഫോം എങ്ങനെ വരിക? നമ്പർ ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ബബിൾ വരാൻ പോകുന്നത്. നെഗറ്റീവ് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇവിടെ 3 വേണം, ഇവിടെ 5 വേണം. ഞാൻ പിന്നെ എല്ലാം 3-5 വെച്ച് പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ, 3ന്റെ സ്ഥലത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, ഓർ ഈക്വൽ ടു ഇല്ല, ഓർ ഈക്വൽ ടു ഇല്ല. അപ്പൊ 3-ൽ ഒരു ബബിൾ കൊടുക്കണം. ഓക്കെ, 5-ലും ഒരു ബബിൾ കൊടുക്കണം. എന്നിട്ട് അതിന് നടുവിൽ ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ബബിൾ കൊടുക്കണം എന്തിനാ? അത് ഇല്ല എന്ന് സൂചിപ്പിക്കാനാണ് ബബിൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒന്ന് തന്നിട്ട് മറ്റേതും, മറ്റേന്നിട്ട് ഇതും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേഗം പറയാം. മൂന്നാമത്തത് ഇങ്ങനെയാണ്. മൂന്നാമത്തത് സെമി ക്ലോസ്ഡ് 3-5. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും? എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാകും, എക്സ് ലെസ് ദാൻ 5 ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് ബിലോങ്സ് ടു ആർ. നമ്പർ ലൈൻ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും? നെഗറ്റീവ് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, 3, 5. ഇവിടെ 3ന്റെ സൈഡിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ നമ്മൾ ഡോട്ട് കൊടുക്കണം. 5ന്റെ സ്ഥലത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, ഓർ ഈക്വൽ ടു ഇല്ല. അപ്പൊ നമ്മൾ ബബിൾ കൊടുക്കണം, ദെൻ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തത് എങ്ങനെയാ മക്കളെ? നോക്കിക്കോ. നാലാമത്തത് സെമി ഓപ്പൺ 3 to 5. അപ്പൊ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാനേ ഉണ്ടാവൂ, ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നായിരിക്കും. എക്സ് ബിലോങ്സ് ടു ആർ എന്നായിരിക്കും. സോ നമ്പർ ലൈൻ വരയ്ക്കുമ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, 3, 5. ആൻഡ് ഹിയർ 3ന്റെ സൈഡ് ഓപ്പൺ ആണ്, ദെൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് ബബിൾ കൊടുക്കണം. ഓക്കെ, ആൻഡ് 5ന്റെ സ്ഥലത്ത് ക്ലോസ്ഡ് ആണ്, ഓർ ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ട് ഡോട്ട് കൊടുക്കണം. അപ്പൊ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ 4 നൗ അടുത്ത 4 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി കേസാണ്. അതായത് ഇങ്ങനെ ഉണ്ടാവും, നോക്കിക്കോ. ദിസ് ഈസ് ഓപ്പൺ 3 to പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതിന്റെ മീനിങ് എന്താ? 3 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇതിന്റെ 5ാമത്തെ കേസ് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ ഉണ്ടാവുക? എക്സ് സച്ച് ദാറ്റ്
എക്സ് ഗ്രേറ്റർ ദാൻ 3, എക്സ് 3നേക്കാൾ വലുത്, അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ ഓർ ഈക്വൽ ടു ഇല്ലാത്ത എന്തുകൊണ്ടാ? അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ല, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 3 മാത്രം മതി, നെഗറ്റീവ് ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി. ആൻഡ് 3ൽ ഓപ്പൺ ആണ്, ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് ബബിൾ കൊടുക്കണം. ആൻഡ് 3നേക്കാൾ വലുതാകുന്നു, 3 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ നിരത്തി അങ്ങോട്ട് പോവുക. അപ്പം അപ് ടു ദി എൻഡ് ഓഫ് ദി നമ്പർ ലൈൻ ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് നമ്പർ ലൈൻ ഫോം. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇങ്ങനെയാണ്. ആറാമത്തത് സെമി ക്ലോസ്ഡ് 3 ടു ഇൻഫിനിറ്റി. ഇപ്പം ഇതിന് മീനിങ് എന്താ? നേരത്തെ 5ന്റെ മീനിങ് എന്താ? 3 ഇല്ല, 3നേക്കാൾ വലുത് മതി. 6ന്റെ മീനിങ് എന്താ? 3ഉം വേണം, 3നേക്കാൾ വലുതും വേണം. അപ്പം നമ്മൾ പറയും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം നമ്മൾ പറയും എക്സ് ബിലോങ്സ് ടു ആർ. നമ്പർ ലൈൻ 3 നെഗറ്റീവ് ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി. 3ൽ നമ്മൾ ഡോട്ട് കൊടുക്കും. എന്തിനാ ഡോട്ട് കൊടുത്തത്? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, ഓർ ഈക്വൽ ടു ഉണ്ട്. ദെൻ 3 വലുതാവണം, 3 വലുതാവണം എന്നല്ല, 3യും 3നേക്കാൾ വലുതും വേണം, പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഷെയ്ഡ് ചെയ്യണം. മക്കളെ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഏഴാമത്തത് നേരെ തിരിച്ച് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 3 ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ ഇതിന് മീനിങ് എന്താ? അതിന് മീനിങ് 3 വേണ്ട, 3ന് താഴേക്കുള്ളവരെ വേണം, നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോണം, നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോണം, താഴേക്കാണ് പോകുന്നത്. അപ്പം 3നേക്കാൾ ചെറുതാകുക എന്നാണ് അർത്ഥം. എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 3 എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ ആണോ? അപ്പൊ 3 വേണ്ട, 3നേക്കാൾ ചെറുത് മതി. അതാണ് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 3. അപ്പൊ ഏറ്റവും ചെറുത് മുതൽ 3 വരെ, വിച്ച് മീൻസ് 3 മുതൽ ഏറ്റവും ചെറുത് വരെ. ഓക്കെ, അപ്പൊ നമ്പർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോ, ദിസ് ഈസ് നെഗറ്റീവ് ഇൻഫിനിറ്റി, ദിസ് ഈസ് പോസിറ്റീവ് ഇൻഫിനിറ്റി, ദിസ് ഈസ് 3. നൗ ഇവിടെ 3ൽ ഓപ്പൺ ആണ്, ഓർ ഈക്വൽ ടു ഇല്ല, അപ്പൊ ബബിൾ കൊടുക്കണം, നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്പർ 8 ഈസ് സെമി ഓപ്പൺ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 3. ഇതിന് മീനിങ് എന്താ? 3യും വേണം, 3നേക്കാൾ താഴേക്കും വേണം. ഓക്കെ, മറ്റത് നമ്പർ 7 എങ്ങനെയായിരുന്നു? 3 വേണ്ട, 3ന് താഴേക്കുള്ളത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നൗ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എക്സ് ബിലോങ്സ് ടു ആർ. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി 3. അപ്പൊ നോക്കിക്കേ, 3ൽ നമ്മൾ ക്ലോസ്ഡ് ആണ് കൊടുത്തത്, ഓർ ഈക്വൽ ടു ഉണ്ട്, സോ ഡോട്ട് കൊടുക്കണം. ആൻഡ് 3ന്റെ താഴേക്കാണ് വേണ്ടത്, ടുവേർഡ്സ് നെഗറ്റീവ് ഇൻഫിനിറ്റി, സോ നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇതെല്ലാം വൃത്തിക്ക് പഠിച്ചു വെക്കണം. +1ൽ തന്നെ നമുക്ക് പല ചാപ്റ്റേഴ്സിലേക്കും ഇന്റർവൽ ഫോംസ് വേറെ യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ സെറ്റ് എന്നുള്ള ഈ ചാപ്റ്റർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ടോപ്പിക് അല്ല, നല്ല ഡീറ്റെയിൽ ആയിട്ട് മീനിങ് മനസ്സിലാക്കുക. സോ പിന്നെ ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ്, ഇൻഫിനിറ്റിയുടെ സൈഡ് ഓപ്പൺ മാത്രമേ ഇടുള്ളൂ, ക്ലോസ്ഡ് എന്താ ഇടാത്തത്? അപ്പൊ പുതിയ ഇന്റർവൽ വേറെ കിട്ടൂലേ? അപ്പൊ ഞാൻ പറയും ഇൻഫിനിറ്റി സൈഡ് ഓപ്പൺ മാത്രമേ ഇടാൻ പാടുള്ളൂ, ക്ലോസ് ഇടാൻ പാടില്ല. കാരണം ക്ലോസ്ഡ് ഇട്ടാൽ അയാളെ കൂട്ടണം, അതൊരു എൻഡിങ് പോയിന്റ് ആണെന്നാണ്. ഓക്കെ, അത് ക്ലോസ്ഡ് ഇട്ട അവിടം വരെ വേണം എന്നാണ്. ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് ഒരു കൃത്യമായി ലാസ്റ്റത്തെ ഒരാളല്ല, അതൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇൻഫിനിറ്റി ആരാന്നറിയോ? അറിയില്ല. അപ്പോൾ ക്ലോസ്ഡ് ഇട്ട ഇൻഫിനിറ്റി ഉൾപ്പെടെ എന്നാണ്. നമുക്ക് ഇൻഫിനിറ്റി ആരാന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ലോജിക്കിലാണ് നമ്മൾ ഇൻഫിനിറ്റി എപ്പോഴും എന്ത് കൊടുക്കുന്നത്? ഓപ്പൺ കൊടുക്കുന്നത്. ആൻഡ് കൂടാതെ ഇപ്പോൾ 3ൽ ക്ലോസ്ഡ് ഇട്ട മീനിങ് എന്താ? 3 വരെ വേണം, 3ക്ക് ശേഷമുള്ള വേണ്ടെന്നാണ്. അപ്പോൾ ഇൻഫിനിറ്റിന്റെ സൈഡിൽ ക്ലോസ്ഡ് ഇട്ട ഈ കൃത്യമായി ഇൻഫിനിറ്റി വരെ വേണമെന്ന് പറയണ്ടേ? നമുക്ക് ഇൻഫിനിറ്റി എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇൻഫിനിറ്റിയിൽ ഓപ്പൺ കൊടുക്കുന്നത്. ഇൻഫിനിറ്റിയിൽ ഓപ്പൺ മാത്രമേ കൊടുക്കുള്ളൂ, ക്ലോസ്ഡ് കൊടുക്കൂല. ഇൻഫിനിറ്റി സൈഡ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഇത് സ്റ്റാർട്ടിങ് 3 എൻഡിങ് 5. 3യും വേണം, 5ഉം വേണം, 3 മുതൽ 5 വരെ എല്ലാവരെയും വേണം. ഇത് സ്റ്റാർട്ടിങ് 3 എൻഡിങ് 5, പക്ഷെ 3 വേണ്ട, 3ക്ക് ശേഷമുള്ളത് മതി. 5ഉം വേണ്ട, 5ന് തൊട്ടടുത്തുള്ള വരെ മതി. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് 3 എൻഡിങ് 5. 3 വേണം ബട്ട് 5 വേണ്ട. ഇത് സ്റ്റാർട്ടിങ് 3 എൻഡിങ് 5. 3 വേണ്ട പക്ഷെ 5 വേണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി. ഇതിന് മീനിങ് സ്റ്റാർട്ടിങ് 3 എൻഡിങ് പറയുന്നില്ല, അപ് ടു ദി ഇൻഫിനിറ്റി, അവസാനം വരെ. അപ്പം 3 മുതൽ അവസാനം വരെ, പക്ഷെ 3 വേണ്ട. ഇതും അതേപോലെ 3 വേണം ആൻഡ് അവസാനം വരെ വേണം. ഇത് ഏറ്റവും ചെറിയ നമ്പർ മുതൽ 3 വരെ വേണം, പക്ഷെ 3 വേണ്ട, 3ന് തൊട്ടടുത്ത് വരെ വേണം. ആൻഡ് ഇത് ഏറ്റവും ചെറിയ നമ്പർ മുതൽ 3 വരെ വേണം ആൻഡ് 3യും വേണം. ഓക്കെ, മീനിങ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് തന്നെ, ഇത് 3 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. 3 വേണ്ട, 3 മുതൽ മേലോട്ടുള്ള മൊത്തം വേണം. അങ്ങനെയാണെങ്കിൽ 4 പറഞ്ഞാൽ പോരെ?
3 വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ 4 പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ലോജിക്ക് വരും. 3 കഴിഞ്ഞാൽ ഉടനെ വരുന്നത് 4 അല്ല. നമ്മൾ ഇന്റർവൽ ഫോംസ് യൂസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാ? റിയൽ നമ്പേഴ്സിനെ സബ്സെറ്റ് വേണ്ടിയിട്ടാണ്. റിയൽ നമ്പേഴ്സുകളുടെ സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഇന്റർവൽ ഫോം യൂസ് ചെയ്യുക. അപ്പൊ 3ക്ക് ശേഷമാണ് 4 വരുന്നത്, ശരിയാണ്. പക്ഷെ 3 കഴിഞ്ഞാൽ ഉടനെ വരുന്നത് എന്തല്ല? 4 അല്ല, 3.0001 ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാൻ ചോദിച്ചാൽ 3.001 ആണോ? അല്ല, 3.00001 ആണ്. ആണോ? അല്ല, 3.00001 ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 3 കഴിഞ്ഞാൽ എന്നേ പറയാൻ പറ്റുള്ളൂ. 3 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എന്ന് പറയാൻ പറ്റില്ല. 3 വരെന്നേ പറയാൻ പറ്റുള്ളൂ. 3ന് തൊട്ട് മുന്നിൽ ആരാൻ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. 2 ആണെന്ന് പറയരുത്. കാരണം 3ന്റെ മുന്നിലാണ് 2 ഉള്ളത്. പക്ഷെ 3ന് തൊട്ടു മുന്നിൽ എന്തല്ല? 2 അല്ല, 2.9999 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 3 വേണ്ട, 3ക്ക് ശേഷം മതി. അപ്പൊ അത് 4 എന്നല്ല അർത്ഥം. അടുത്ത 3 വരെ മതി, പക്ഷെ 3 വേണ്ട, അപ്പൊ 2 എന്നല്ല അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ ഇന്റർവെല്ലിൽ ക്ലോസ് ഇന്റർവെല്ലിൽ മീനിങ് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്പൺ 3 എന്ന് പറയുമ്പോൾ 3 മുതൽ മേലോട്ട്, അപ്പൊ 4 എന്ന് പറയരുത്. ഇത് ഓപ്പൺ 3 കൊടുക്കുമ്പോൾ 3 വരെ, പക്ഷെ 3 വേണ്ട, അപ്പൊ 2 എന്ന് പറയരുത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത് മക്കളെ? കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻ ആവരുത്. ഒരു 1-2 വട്ടം കേട്ട് വെക്കുക. അപ്പൊ എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇൻഫിനിറ്റി സൈഡ് എപ്പോഴും ഓപ്പണേ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓപ്പൺ 2 അല്ലെങ്കിൽ ഓപ്പൺ 3 എന്നൊക്കെ പറയുമ്പോൾ 3 പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പൊ 4 എന്ന് തുടങ്ങിയാൽ പോരെയും ചോദിക്കരുത്, അത് പറ്റൂല. ആൻഡ് 3 വരെ വേണമെന്ന് പറയുമ്പോൾ 3 വേണ്ടാന്നും കൂടി പറയുമ്പോൾ പിന്നെ 2 എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയും ചോദിക്കരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദീസ് ആർ ദ 8 ഡിഫറെന്റ് വേസ്, അല്ലെങ്കിൽ ദീസ് ആർ ദ 8 ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇന്റർവെൽസ് ദാറ്റ് വി ഹാവ് ടു യൂസ്. ഓക്കെ ആണോ മക്കളെ? കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇന്റർവെൽ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ചോദിക്കാറുണ്ട്. അതേപോലെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് ഇന്റർവെൽസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ, അതേപോലെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ, നമ്പർ ലൈനും പഠിച്ചു വെച്ചേക്കുക. ഈ നമ്പർ ലൈൻ നിങ്ങൾക്ക് പിന്നെയും കുറച്ചൊരു ഉപകാരപ്പെടുക. നമുക്ക് തൊട്ടപ്പുറത്തേക്ക് വേറൊരു ചാപ്റ്റർ പഠിക്കാണ്ട്, ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്ററിലായിരിക്കും നിങ്ങൾക്ക് നമ്പർ ലൈൻ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ കൂടെ അതും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 3ക്കും 5നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ ഈ സാധനം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും 3-5 എന്ന് ചോദിക്കണം നിർബന്ധമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് 3-5 എടുത്തതാണ്. അപ്പൊ ഇവിടെ 3ക്കും 5നും പകരം വേറെ ഏത് നമ്പർ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പർ മാറ്റി വെച്ചിട്ട് ഇതങ്ങനെ എഴുതി പഠിക്കാം. അപ്പൊ 3-5 വെച്ചിട്ട് പഠിക്കാം. പക്ഷെ 3യും 5ഉം മാറിയാലും എന്ത് ചെയ്യാൻ പറ്റണം? എഴുതി കൊടുക്കാൻ പറ്റണം. സോ നമ്മുടെ 4 ഇന്റർവെൽസ് ആണ്: ഓപ്പൺ, ക്ലോസ്ഡ്, സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്. മീനിങ് നല്ല വൃത്തിക്ക് പഠിക്കുക. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു വെക്കുക. വേറെ നമ്പേഴ്സ് വെച്ചിട്ട് എക്സാമ്പിൾസ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. സോ എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ നിങ്ങൾ ചോദിച്ചോ. സോ അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത പറയാം. സോ സൈനിങ് ഓഫ്, ടാറ്റാ.